ഉണ്ണിയേട്ടാ, ഞാൻ ഇന്ന് അവളോട് ഭയങ്കര ഓവറായിട്ടാണ് പെരുമാറിയത്. ഓവറെന്നോ? ഒട്ടും ശരിയല്ല, ഭയങ്കര ഓവറായിരുന്നു. അതെ, ഈ ഫയല് കിട്ടിയപ്പോഴെങ്കിലും ഭാര്യ എടുത്തെന്ന് സോറി പറയണ്ടേ? ഞാൻ സോറി പറയാൻ വേണ്ടി ഒരുങ്ങിയതാണ്. പക്ഷെ ഇവരെല്ലാരും കൂടെ എന്നെ ആക്രമിക്കാൻ വരുമെന്ന് പറഞ്ഞ് പേടിച്ചിട്ടാണ് ഞാൻ പറയാത്തത്. എന്റെ ബേട്ടാ, ഈ ഭാര്യ 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 എന്ന് പറഞ്ഞ എന്താ? ആരാ ഭാര്യ എന്ന് പറഞ്ഞ ജീവിത പങ്കാളി. ആ ജീവിത പങ്കാളിയൊക്കെ ശരിയല്ലേ, പക്ഷെ ജീവിത പങ്കാളിയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അടിമയല്ല ഭാര്യ. ഉണ്ണിയേട്ടാ, എന്തായിരുന്നാലും ഞാൻ ഇന്ന് ചെന്നിട്ട് അവളോട് സോറി പറയും. പറയരുത്. പറയണ്ടേ? സോറി പറയണം. അങ്ങനെ ചാടി കയറി സോറി പറയരുത്. അതിന് വേറെ ഒരു കാര്യമുണ്ട്. ആദ്യമായിട്ട് ബേക്കറിയിലോട്ട് ചെന്നിട്ട് ഒരു ചോക്ലേറ്റ് വാങ്ങിക്കുക. എന്നിട്ട് ആ ചോക്ലേറ്റ് കൊണ്ടുവന്ന് ഭാര്യയുടെ കൈ കൊടുത്തിട്ട് സോറി ഡിയർ എന്ന് പറയാ. അത് ശരിയാണ്, അവക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ആണല്ലോ. എന്തായിരുന്നാലും ഉണ്ണിയേട്ടാ, ഉണ്ണിയെണ്ണ കണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, മനസ്സിന് എന്തൊരു സുഖം കിട്ടണമെന്നാ. ഇതൊക്കെ എൻ്റെ ഇത്രയും കാലത്തെ ജീവിത സാഹചര്യങ്ങളിലെ അതിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങളിൽ അത് ഞാൻ അങ്ങോട്ട് പങ്കുവെച്ച് തന്നാ. എന്തായിരുന്നാലും താങ്ക്സ് ഉണ്ണിയേട്ടാ. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഈ ഭാര്യമാർക്ക് ഒരിച്ചിര സ്നേഹം, ഒരിച്ചിര കരുതൽ, ഒരിച്ചിര ബഹുമാനം കൊടുത്തു കഴിഞ്ഞാൽ ചെറിയെന്ന് അവരുടെ കയ്യിൽ നിന്ന് സ്നേഹം തിരിച്ചു കിട്ടും. അതെപ്പോഴും ഓർക്കണം. ഓർക്കണം ഉണ്ണിയേട്ടാ. അപ്പം ഞാൻ പോയി മിഠായി വാങ്ങിച്ചിട്ട്. മിഠായി, ചോക്ലേറ്റ്. ചോക്ലേറ്റ് വാങ്ങിക്കുമ്പോഴും ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. അതെന്താ? ലവ് ചിഹ്നമില്ലേ? ലവ് ചിഹ്നം, ലവ് ചിഹ്നമുള്ള ചോക്ലേറ്റ് വാങ്ങിച്ച് കൊടുക്കണം. ഞാൻ പോയി മിഠായി വാങ്ങിച്ചിട്ട്. അമ്മ, അച്ഛൻ വരുന്നുണ്ട്. ആര്? അച്ഛൻ. അച്ഛനോ? അച്ഛൻ വരുന്നുണ്ടെന്ന്. എവിടെ? വരുന്നുണ്ട്. ഞാൻ വന്നപ്പോ കണ്ടതാ. അയ്യോ, ഇങ്ങോട്ട് ഇരിക്കാൻ വയ്യ എൻ്റെ മേ. എന്താ? സോറി, നല്ല മുറിവുണ്ടല്ലേ? നല്ല മുറിവോ? പ്രശോഭിട്ടത് നല്ല മുറിവായിരിക്കും. എനിക്കത് അത്ര നല്ല മുറിവല്ല, നല്ല വേനുണ്ട് കേട്ടാ. അയ്യോ, ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല, ഒരു നല്ല രീതിയിൽ ചോദിച്ചതാ. മുത്തോണ്ണം പറഞ്ഞപ്പോഴാ ഞാൻ മുറിവിന്റെ കാര്യം അറിഞ്ഞത്. ഞാൻ ഇത്രയ്ക്ക് അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല. പിന്നെ എത്ര പ്രതീക്ഷിച്ചു? പറ്റിപ്പോ? പ്രശോഭിട്ടിന് ഇത് കണ്ടിട്ട് പറ്റിപ്പായിട്ടാണോ തോന്നണേ? അയ്യോ, അങ്ങനെയല്ല, ഒരു അബദ്ധം പറ്റിപ്പോയെന്ന്. അബദ്ധല്ലേ? അങ്ങനെ അബദ്ധം പറ്റിയും തോന്നുകയാണെങ്കിൽ എന്നെ അങ്ങ് ഡൈവോഴ്സ് ചെയ്ത് കളാ. നീ എന്തിനു മോളെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കണത്? നിന്നെ സന്തോഷിപ്പിക്കാൻ ഞാനൊരു സാധനം കൊണ്ടു. നിന്റെ ഫേവറേറ്റ് സാധനം. എന്തോന്നത്? ചോക്ലേറ്റ്. ഓഹോ, എനിക്ക് ഷുഗർ ഹൈ ആണെന്ന് അറിഞ്ഞിട്ടും മധുരം വാങ്ങിച്ചോണ്ട് തരുന്നല്ലേ? അയ്യോ, ഇതിന്റെ ഇടയിൽ ഞാൻ ഷുഗറിനെ പറ്റി ഓർത്തില്ല. ഓർക്കില്ല? ഓർക്കാതിരിക്കുമ്പോഴല്ലേ ഞാൻ ഇത് വാങ്ങിച്ച് കഴിച്ച് ഡയബറ്റിക് പേഷ്യന്റായി, ഷുഗർ കൂടി, ഒരിടത്ത് ചടഞ്ഞുകൂടി ഇരുന്ന് അങ്ങനെ അങ്ങ് കിടന്ന് അങ്ങ് പൊക്കോളുമല്ലോ. സമാധാനം ആവുമല്ലോ. ലക്ഷ്മി, നീ ഇങ്ങനെ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ. ഞാൻ പറയുന്നതൊക്കെ ദൈവത്തിന് നിരക്കാത്തത്. അമ്മയ്ക്ക് വേണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് താച്ച. രാവിലെ തലയ്ക്ക് തട്ട് കിട്ടിയപ്പോ തൊട്ട് തുടങ്ങിയതാ ഈ കിളിപോക്ക്. ഞാൻ കഴിച്ചോളാം. സോറിയടാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.